റമദാനിനെ തേടിയ ആളുകൾ എത്ര പേരുണ്ട്? ഇഖ്ലാസോടുകൂടി എനിക്ക് ആ റമദാനിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി തീർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തേടിയ ആളുകൾ എത്ര പേരുണ്ട്? قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ ജാഅ റമളാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദതി ശയാത്തീൻ. പവിത്രമായ റമളാൻ മാസം കടന്നു വന്നാൽ ഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കുകയാണ്. പവിത്രമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറക്കുകയാണ്. ആ സ്വർഗത്തെ അലങ്കരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മോട്ട് കാണിക്കുന്നതായ, ഇടങ്ങേറുണ്ടാക്കുന്നതായ പിശാചുക്കളെ അല്ലാഹു ചങ്ങലക്കിടുമേ എന്നും നബിയോനാ റസൂലുള്ളാഹി. റമളാൻ കടന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ലോകം മുഴുവനും വർഷിക്കുകയാണ്. എല്ലാ വിശ്വാസിനികൾക്കും അല്ലാഹു കാരുണ്യം ചൊരിയുന്ന മാസമാണ്. പ്രത്യേകമായി ആദ്യത്തെ 10 കാരുണ്യം അല്ലാഹു പൊതിയുകയാണ്. മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങൾ അല്ലാഹു സമ്മാനിക്കുകയാണ്. നോമ്പ് നോറ്റുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പാപമോചനത്തോടുകൂടി അർത്ഥിക്കുന്നതായ ഏതൊരു വിശ്വാസിനിയുണ്ടോ അവരുടെ പാപങ്ങൾ അഖിലവും അല്ലാഹു പൊറുക്കുകയാണ്. നരകീയ മോചനപത്രം അല്ലാഹു നൽകുകയാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് ഒരേ രാത്രിയിൽ തന്നെ റമളാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകീയ മോചനപത്രം നൽകുകയാണ്. അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉതഖാ വ തുലഖാ വ ഖുബാൻ ലിതത്ഹീരിൽ ഖൽബ് വ റമളാൻ ലിതത്ഹീരിർ റൂഹ്. പവിത്രമായ റമളാനിന് 2 മാസം മുമ്പ് നിങ്ങൾക്ക് വിളിയാളം നൽകുകയാണ്. പവിത്രമായ റമളാനിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഖതീബുമാർ പരിശുദ്ധ ജുമായിലൂടെ ജമാഅത്തിനോട് നിസ്കാരങ്ങൾക്ക് ശേഷം ഇതാ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുണ്യമായ റമളാനിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് നൽകുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. പുണ്യമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. എന്തിനാണ് ഈ പവിത്രമായ റമളാൻ മുസ്ലിമിന് നൽകുന്നത്? നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള അഖില പാപങ്ങളും പുറത്ത് പടച്ച റബ്ബിലേക്ക് പാപമോചനത്തോടുകൂടി നരകീയ മോചനപത്രം ലഭിച്ച് സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ നീ കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ റമളാൻ നിനക്ക് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി 2 മാസങ്ങൾക്ക് മുമ്പേ നീ ഒരുങ്ങി തയ്യാറാകേണ്ടതാണ്. ഏത് നിലക്കാണ് തയ്യാറാകേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റജബുൽ ലിതത്ഹീരിൽ ബദൻ, ശരീരത്തെ സ്ഫുടം ചെയ്യേണ്ട മാസമാണ്. ശരീരത്തെ ശുദ്ധികലശം നടത്തേണ്ട മാസമാണ് പവിത്രമായ റജബ്. വശഅബാൻ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ് ശഅബാൻ. ഹൃദയത്തെ ശുദ്ധികലശം നടത്തേണ്ട മാസമാണ് ശഅബാൻ. ഹൃദയത്തിലുള്ള എല്ലാ അസൂയയും, ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും വെറുപ്പും അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡാണ്. അതാന്ന് കണ്ട പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ വലുതൊന്നും വേണ്ട. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോമ്പുകാരനായി പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ കണ്ടു. അപ്പം നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്താണ് ഈ മാസത്തിൽ തങ്ങൾ പരിശുദ്ധമായ ശഅബാനിൽ കൂടുതൽ നോമ്പ് നോൽക്കുന്നതായി കാണുന്നല്ലോ? റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് നബി തങ്ങൾ ശഅബാനില്ല. എന്താ നബിയെ ഇങ്ങനെ കാണുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുത്തത് 2 മറുപടിയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഹദീസ് പ്രകാരമാണ്. عن أسامة بن زيد رضي الله تعالى عنه أنه قال يا رسول الله
ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയേ നബിയേ, തങ്ങളെ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റൊരു മാസവും നോമ്പ് നോൽക്കുന്നത് കാണുന്നില്ലല്ലോ ഹബീബേ. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ശഅബാനിലാണല്ലോ ഹബീബേ. ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസം പോലെ മറ്റൊരു മാസങ്ങളിലും തങ്ങൾ നോമ്പ് നോൽക്കുന്നതായി കാണുന്നില്ലല്ലോ ഹബീബേ. എന്താണ് കാരണം റസൂലേ എന്ന് ഉസാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വ്യക്തമായി മറുപടി നൽകുകയാണ്. ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈന റജബ വ റമളാൻ. പരിശുദ്ധമായ റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ഈ ശഅബാൻ മാസം ജനങ്ങളിൽ അശ്രദ്ധ വെക്കുന്ന മാസമാണ്. അധിക ജനങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാ. അതുകൊണ്ടാണ് ഈ മാസത്തെ ഞാൻ ഗൗനിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. റജബ് മാസം മഹത്തമാണ്, റമളാൻ മാസവും ശ്രേഷ്ഠതയാണ്. ഈ രണ്ട് മാസങ്ങളും ജനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ശഅബാൻ മാസത്തെ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ്. ശഅബാനിനും മഹത്വമുണ്ട്, അതിന് ബറക്കത്തുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട മാസമല്ല. ഇത് ജനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടതായ റമളാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസമാണ് വിശുദ്ധമായ ശഅബാൻ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കും ശഅബാൻ. എന്തേ ശഅബാനിൽ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത്? നബി ഒന്നാമതായി പറഞ്ഞ മറുപടിയാണിത്. രണ്ടാമത്തെ മറുപടി പിന്നെ പറയും. ഒന്നാമത്തെ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദാലിക ശഹ്റുൻ, ഇതൊരു മാസമാണ്, യഗ്ഫുലുൻ നാസു ബൈന റജബ വ റമളാൻ. റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിലുള്ള ഈ ശഅബാൻ മാസം വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. പക്ഷെ ആളുകൾ അശ്രദ്ധ വെക്കുന്ന മാസമാണ്. ആളുകൾക്ക് ഈ മാസത്തിൻ്റെ മഹത്വം ഇന്നുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ജനങ്ങളെ ഉത്ബുദ്ധരാക്കാനാണ് ഞാൻ ഈ മാസത്തെ ഗൗനിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നു, മനുഷ്യൻ അശ്രദ്ധ വെക്കുന്ന, ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന എന്തെല്ലാം അമലുണ്ടോ അത് സത്യവിശ്വാസികളായ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വിജയിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ ഉള്ള ഇബാദത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഉദാഹരണം തഹജ്ജുദ് നമസ്കാരം. എല്ലാവരും ഉറങ്ങാൻ, ജനങ്ങളെല്ലാം ഉറക്കിലാൻ. അപ്പോൾ ഉറങ്ങാതെ നിർനിദ്ധരനായി 2 റക്അത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഒളുവെടുത്ത് കിബിലയ്ക്ക് അഭിമുഖമായി വീടിൻ്റെ അകത്തളങ്ങളിൽ നല്ല കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേക പൊരുത്തം, കാരുണ്യം നമുക്കുണ്ടാകും. കാരണം എന്താ? എല്ലാവരും അശ്രദ്ധരാണ്, എല്ലാവരും ഉറക്കില്ല. അപ്പം നീ ആ സമയത്ത് നല്ല ശ്രദ്ധാലുവായി നിർനിദ്ധരനായി ഉറക്കമൊഴിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ പടച്ച റബ്ബിൻ്റെ പൊരുത്തം കിട്ടും. കാരണം ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ അതാണ് മനസ്സിലാക്കി തരുന്നത്. ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന സമയങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ ആളെ നോക്കുന്നില്ല, അള്ളാഹു നമ്മളിലേക്ക് നോക്കുകയാണ്. കുറഞ്ഞ ആളെ രാത്രി ഉറക്കമൊഴിച്ചിട്ടുള്ളൂ. അതാരാ ഉള്ളത്? അതാ ഇരിങ്ങൽ കോട്ടയ്ക്കൽ ജമാഅത്തിലുള്ളതാകുന്ന ഇന്ന പുള്ളിയാണ്. ഇന്ന ആളാ, ഓക്കെ, അവനെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേത് പകൽ സമയങ്ങളിൽ എല്ലാവരും ഇബാദത്താണ്. ളുഹർ നിസ്കരിക്കുന്നു, അസ്ർ നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, ഇശാ നിസ്കരിക്കുന്നു, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കുറഞ്ഞ ആളേ ഉള്ളൂ. ആ സമയത്ത് ആ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് എഴുതപ്പെടും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. സ്വല്ലൂ ബില്ലൈൽ, രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം കൃത്യമായി ശ്രദ്ധിക്കണേ. വന്നാസു നിയാമുൻ, ജനങ്ങൾ മുഴുവനും ഉറക്കിലാണ്. ലോകം മുഴുവനും ഉറങ്ങുകയാണ്. ഉറങ്ങാതെ ഒഴിച്ചുകൊണ്ട് ശ്രദ്ധാലുവായി പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന സഹോദര സഹോദരി, തദ്ഖുലുൽ ജന്നത ബിസലാം.
മലക്കുകളുടെ ആശീർവാദത്തോടുകൂടി ഒരു പ്രയാസവുമില്ലാതെ സന്തോഷവാനായി സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ. റഹ്മാനായ പടച്ച റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളെ പറ്റി അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വിജയിക്കുന്ന യഥാർത്ഥ റബ്ബിന്റെ അടിമകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിക്കുമ്പോൾ അവരുടെ വിശേഷണങ്ങൾ അല്ലാഹു എണ്ണുമ്പോൾ അതിൽ എടുത്തു പറഞ്ഞ വിശേഷണമാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിന്റെ സച്ചരിതരാകുന്ന അടിമകൾ അവരെ രാത്രിയിൽ ഉറക്കമില്ല. അല്പനേരം ശരീരത്തിന് വിശ്രമം കൊടുത്തിട്ട് അതാ എഴുന്നേൽക്കുകയാണ്, അല്ലാഹുവിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്. ഈ ലോകത്തുള്ള സർവ്വജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നതായ അല്ലാഹു, ആ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മുടെ ശിരസ്കനായി തല കുനിച്ചുകൊണ്ട് കൃത്യമായി കൈകെട്ടിക്കൊണ്ട് ഒളുവെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ നിലകൊള്ളുന്നവരെ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. ആഖിറത്തിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്, എന്നാൽ നാളെ സ്വർഗം കിട്ടാനുള്ള താല്പര്യമാണ്. ഈ രണ്ട് രീതിയിലുമായി പരിശുദ്ധമായ നമസ്കാരത്തെ രാത്രിയിൽ കൊണ്ടുവരുന്നതായി ഏതൊരു മുസ്ലിമുണ്ടോ, മുടങ്ങാതെ ഇത്രയും കാലം തഹജ്ജുദ് നമസ്കരിച്ചതായ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടോ, കോട്ടക്കലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടോ, ഏതൊരു ഉപ്പയാണ് ഉമ്മയാണ് രാത്രിയുടെ യാമങ്ങളെ പടച്ച റബ്ബിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ അവർക്ക് വാഗ്ദാനം നൽകുകയാ, സ്വർഗമാണ് സ്വർഗമാണ്. സല്ലു ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. രാത്രി നിസ്കരിക്കണേ, ജനങ്ങൾ ഉറക്കിലായിരിക്കെ നിങ്ങൾക്ക് സ്വർഗമാണ് സ്വർഗമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആളുകൾ അശ്രദ്ധ വെക്കുന്ന സമയത്ത് നമ്മൾ ഗൗനിക്കണം, വലിയ പ്രതിഫലമാണ്. അതിലാണ് കാര്യമിരിക്കുന്നത്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أولئك كالأنعام بل هم أضل. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നവർഗത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അല്ലാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിക്കതായ ചില ആളുകളുണ്ട്. 3000 വർഷം നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലുമായി പടച്ചതാകുന്ന നരകം, ആ കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ ജിന്ന വിഭാഗത്തിൽ നിന്ന് മനുഷ്യ വിഭാഗത്തിൽ നിന്നായി അല്ലാഹു പടച്ചതായ ചില മനുഷ്യരുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയം കൊണ്ടവർ ഒരു കാര്യവും ചിന്തിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, മനസ്സിരുത്തി ഒരു കാര്യത്തെയും ഗൗനിക്കുന്നില്ല. അശ്രദ്ധരായി പോകുന്നവരാണ്. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് നഗ്നനേത്രങ്ങളുണ്ട്, നല്ല കാഴ്ചയുള്ളതായ കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് അവർ ഹറാമായതിനെ കാണുകയാണ്. നമസ്കാരത്തെ ചിട്ടവെക്കാനില്ല,
അള്ളാഹു ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ വ്യക്തമായ കണ്ണുകൾ കൊണ്ടവർ കാണാൻ സന്നദ്ധതയില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കാഴ്ചയുണ്ട്, പക്ഷേ ഈ ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അജായിബുകളെ, അത്ഭുതങ്ങളെ അവർ കണ്ട് മനസ്സിലാക്കുന്നില്ല. 7 ആകാശങ്ങളെ പടച്ചതായ അള്ളാഹു, ആകാശത്ത് മിന്നി തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങളെ, സൂര്യനും ചന്ദ്രനും അടക്കം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായ അത്ഭുതങ്ങളെ നേർക്ക് നേരെ കണ്ടതാകുന്ന മനുഷ്യന് ആ സൂര്യന്റെ പ്രവണപടത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. വശമുസു തജ്രീരി മുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം. ആകാശത്തോട് സഞ്ചരിക്കുന്നതാകുന്ന നക്ഷത്രങ്ങൾ, അതിൽ പെട്ടതാണല്ലോ സൂര്യനും ചന്ദ്രനും അടക്കം. ഈ ആകാശത്ത് മിന്നി തിളങ്ങുന്ന സർവ്വ നക്ഷത്രങ്ങൾക്കും അള്ളാഹു സഞ്ചാര പദങ്ങളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന് വരെ ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിമുട്ടിയിട്ട് ഒരു പ്രയാസം ഈ ലോകത്തുണ്ടായിട്ടില്ല. അത്തരത്തിൽ അള്ളാഹു ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് എന്തേ മനുഷ്യ നിന്റെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത്? അള്ളാഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാഴ്ച നൽകിയിട്ടുണ്ട്, പക്ഷേ കാണേണ്ടത് കാണാത്തതാകുന്ന മനുഷ്യനാ. സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഹറാമായ തലത്തിലേക്ക്, അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക്, അന്യ പുരുഷന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോവുകയാണ്. കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കെല്ലാം കണ്ണുകൾ കൊണ്ടുപോയ രാത്രിയുടെ യാമങ്ങളിൽ WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. അന്യ പെണ്ണുമായി സംസാരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, അന്യ പുരുഷനുമായി സംസാരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയാണ്. അള്ളാന്റെ ഖുർആൻ പറയുകയാ, അവർ അശ്രദ്ധരാണ്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമാകുന്ന നയനങ്ങളും മനോഹരമാകുന്ന കേൾവികളും അല്ലാഹു നൽകിയിട്ടുണ്ട്. നല്ല കാതുകൾ അല്ലാഹു സമ്മാനിച്ചിട്ടുണ്ട്. ഹൈറായത് കേൾക്കുന്നില്ല, ഏഷണിക്ക് വഴങ്ങുകയാണ്, ഭീഷണിക്ക് വഴങ്ങുകയാണ്, ഹറാമായ സംസാരങ്ങൾ കേൾക്കുകയാണ്, ഫിത്നയ്ക്കും ഫസാദിനും കാതു കൊടുക്കുകയാണ്. നിസ്കാരിക്കാൻ പള്ളിയിൽ പോയ മനുഷ്യനാണ്, നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരുന്ന് ആളുകൾ ഫനായും ഫസാദും പറയുന്നത് കേൾക്കുകയാണ്. ഖുർആൻ കേൾക്കാൻ സമയമില്ല, വഅദ് കേൾക്കാൻ സമയമില്ല, വിക്റിന്റെ മജ്ലിസിൽ ഇരിക്കാൻ സമയമില്ല, സാലിഹീങ്ങളുടെ വചനങ്ങൾ കേൾക്കാൻ സമയമില്ല, മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ ഗൗനിക്കാൻ പുതിയ നൂജൻ എന്ന ഉമന പേരുള്ള യുവാക്കൾക്കും യുവതികൾക്കും സമയമില്ല. കള്ളിന്റെ തേരോട്ടമാണ്, ലഹരി ജീവിതമാണ്, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയാണ്. ഹറാമായ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുകയാണ്. അന്യ പെണ്ണിന്റെ സ്വരരാഗങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുകയാ. കാമുകൻ്റെതാകുന്ന സംസാരം കേൾക്കാൻ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കാൻ ശരീരത്തെ കൊണ്ടുവരുന്നില്ല. കാമുകന്റെ ഭാഷണം കേൾക്കാൻ സുബൈ വരെ കാത്തിരിക്കുന്ന പെങ്ങളാണ്, ചെറുപ്പക്കാരിയാണ്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കേൾക്കാൻ, ഖുർആൻ കേൾക്കാൻ, ഹദീസുകൾ കേൾക്കാൻ, വഅദിന്റെ മജ്ലിസുകൾ കേൾക്കാൻ ഉപയുക്തമാകുന്ന കാതുകൾ അവർക്കില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വ്യക്തമായ ഖുർആനിലൂടെ പറയുകയാണ്, അവർ നായകളെ പോലെയാണ്, അവർ കന്നുകാലികളെ പോലെയാണ്, അവർ തുല്യരാണ് എന്നല്ല, ബൽഹും അളൽ, മൃഗങ്ങളെക്കാൾ മോശപ്പെട്ടതായ ആളുകളാ, നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്, നരകത്തിൽ തീർച്ചയായും കടക്കുന്നവരാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറക്കുകയില്ല. റയ്യാൻ എന്ന കവാടത്തിലൂടെ പരിശുദ്ധമായ റമദാനിലെ വിരുന്നൂട്ടിയതാകുന്ന ആളായി ഒരിക്കലും അവൻ മാറുകയില്ല. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുപ്പിക്കുകയില്ല. കാരണം അവൻ്റെ ഹൃദയം കൊണ്ട് ഇന്ന് വരെ നന്മ ചിന്തിച്ചിട്ടില്ല, കാതുകൾ കൊണ്ട് ഇന്ന് വരെ കാതുകൾ കൊണ്ട് ഹൈറായത് കേട്ടിട്ടില്ല, കൈകൾ കൊണ്ട് ഹൈറായതിലേക്ക് പിടിച്ചിട്ടില്ല, കാലുകൾ കൊണ്ട് നല്ല തലത്തിലേക്ക് നടന്നവനല്ല.
കാതുകൾ കൊണ്ട് കേട്ടത് മോശമാണ്, കണ്ണുകൾ കൊണ്ട് കണ്ടതും മോശമാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതും മോശമാ. ഉലൈക കല്ലനആം ബൽ ഹും അളൽ വഉലൈക ഹുമുൽ ഗാഫിലൂൻ. ആ കൂട്ടരാണ് അശ്രദ്ധരെന്ന് വിശുദ്ധമായ ഖുർആൻ. അശ്രദ്ധയുള്ള വിഭാഗമാണ്, ശ്രദ്ധയില്ലാത്തതായ ആളുകളാ ഈ കൂട്ടരെന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണ് അശ്രദ്ധർ എന്നുള്ളത് അല്ലാഹു ഖുർആനിലൂടെ വിവരിച്ചു തരികയാണ്. കണ്ണുകൾ കൊണ്ട് ഖൈറായത് കാണാതെ, കാതുകൾ കൊണ്ട് ഖൈറായത് കേൾക്കാതെ, ഹൃദയം കൊണ്ടത് ഖൈറായത് ചിന്തിക്കാതെ, കന്നുകാലികളെ പോലെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിക്കുന്നവൻ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് അശ്രദ്ധർ. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ തലമുറ അങ്ങനെ ആയിപ്പോയി. ഇന്ന് നന്മകളിലേക്ക് പ്രചോദനദായകമാകുന്ന ഒന്നും നമ്മുടെ പുതിയ തലമുറയിലില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എവിടെയോ ഏതോ ഒരു സ്വപ്ന ലോകത്തൊന്നതുപോലെ ജീവിക്കാൻ, അടിച്ചു പൊളിക്കാൻ. ദുനിയാവാണ്, കയ്യിൽ കിട്ടുന്നതൊക്കെ അവന് വാരി തിന്നാൻ. എങ്ങനെയെങ്കിലും ദുനിയാവ് ഉണ്ടാക്കണമെന്നുള്ള ചിന്തയാണ്. ഹലാലായ സമ്പാദ്യം വേണമെന്ന് ആർക്കും തന്നെ ഇല്ല. അതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹലാലായ സമ്പാദ്യത്തെപ്പറ്റി ചിന്തയേയില്ല. എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊന്നിട്ടായാലും കുഴപ്പമില്ല, പൈസ കയ്യിൽ കിട്ടണം. പുത്തൻ പണം കയ്യിലേക്ക് ഒപ്പിക്കേണ്ടത് എങ്ങനെയാ? ആരെങ്കിലും കൊന്നിട്ടെങ്കിലും കുഴപ്പമില്ല, സ്വന്തം വാപ്പയെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പണം കയ്യിലാക്കണം. അതാണ് പുതിയ തലമുറയുടെ ചിന്ത. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. വർക്കലയിൽ നിങ്ങൾ കണ്ടില്ലേ, മാതാപിതാക്കളെ ഒഴിവാക്കുകയാണ്, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് മക്കൾ. അവസാനം അസിസ്റ്റൻ്റ് കലക്ടർ ഇടപെട്ടിട്ടാണ് അവസാനം തിരിച്ചവരെ പെരയിലേക്ക് കയറ്റിയത്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. വലിയ കോലാഹലം ഉണ്ടായതാണ്. ആലോചിച്ച് നോക്ക്, അവരുടെ കരച്ചിൽ, അവരുടെ നൊമ്പരം, അവരുടെ പ്രയാസം, അച്ഛൻ്റെ അമ്മയുടെയും നൊമ്പരപ്പെടൽ ഈ സമൂഹം ലോകം ഒന്നാകെ കണ്ടു. എത്രയോ കുടുംബങ്ങളിൽ നടക്കുന്നു, എത്രയോ സമൂഹത്തിൽ ആളുകൾ വലിയ വലിയ ഉന്നതമാകുന്ന തലത്തിൽ വിരാജിക്കുന്നവർ പോലും സ്വന്തം മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ സമുദായം അറിയാതെ പോകരുത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. വൻ പാപത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ കരയിക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപ്പാടെയും ഉമ്മാടെയും കണ്ണുനീരെന്ന് പറയുന്നത് വൻ പാപത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ്. കള്ളു കുടിക്കുന്നത് പോലെ, വ്യഭിചരിക്കുന്നത് പോലെ, ശിർക്ക് ചെയ്യുന്നത് പോലെ ഏറ്റവും വലിയ പാതകമാണ് എന്ത്? മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, വാപ്പാടെയും ഉമ്മാടെയും കണ്ണുനീര് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കളുമുണ്ട് പുതിയ തലമുറയിൽ. ഉമ്മ പറയുന്നത് അനുസരിക്കാത്ത പെൺമക്കൾ എത്രയാണ്, ഇന്ന് കൂടി വരികയാണ്. പഴയ കാലഘട്ടമൊന്നുമല്ല, ഇന്ന് പെൺകുട്ടികളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉമ്മയോട് ഒരു വാക്ക് പറയുമ്പോൾ ഉമ്മയുടെ തിരിച്ച് 10 വാക്ക് തിരിച്ചു നിന്ന് നെഞ്ചൂക്കോടുകൂടി തുറന്ന് സംസാരിക്കുന്ന സഹോദരിമാർ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇന്ന് കൂടി വരികയാണ്. ദീനില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഉമ്മ വല്ലാതെ വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു. വാപ്പ വല്ലാതെ നെരുപ്പോടുകൂടി ജീവിക്കുന്നു. മക്കളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. വാപ്പയുടെ നേരെ ഉറഞ്ഞു തുള്ളുന്ന മക്കൾ, വാപ്പയുടെ നേർക്ക് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്ന മക്കൾ, അവരെ നെഞ്ചത്തേക്ക് ചവിട്ടാൻ വേണ്ടി കാലൂങ്ങുന്ന മക്കൾ, അവരെ അടിക്കുന്ന മക്കൾ, അവരെ തൊഴിക്കുന്ന മക്കൾ, അവരെ ശകാരിക്കുന്ന മക്കൾ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ലഹരി കുടിച്ചിട്ട് ഒരു വാപ്പ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് മകനെ ഉപദേശിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനെ ലഹരിയുടെ അടിമപ്പെട്ട കുട്ടിയാണ്. അവനെന്താ ഓടി വന്നിട്ട് എന്ത് ചെയ്യുക? പുറത്തടിക്കുകയാണ്. സ്വന്തം വാപ്പയുടെ മുതുകത്തടിക്കുക. വാപ്പായെ വായിൽ പൊളിച്ച് കൊണ്ടാവുന്ന എല്ലാ ചീത്തയും വിളിക്കുന്നുണ്ട്. എവിടെയാണ് നമ്മുടെ മക്കളെ പോകുന്നത്? അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. എവിടേക്കാണ് നമ്മുടെ മക്കൾ എത്തുന്നത്? പുതിയ തലമുറ എങ്ങോട്ടാണ്? അധ്യാപകർ അവൻ്റെ ഫോണ് കയ്യിൽ പിടിച്ച് വാങ്ങിച്ചു വെച്ചതിൻ്റെ പേരിൽ അധ്യാപകരോട് മോശപ്പെട്ട അശ്ലീലം പറയുകയാണ്. നിങ്ങൾ പുറത്തോട്ടിറങ്ങി, നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന വിദ്യാർത്ഥികളുള്ള കാലഘട്ടം. ആ കുട്ടികളോ കണ്ടാൽ ഇത്ര നെരുന്ത് പോലത്തെ ചെറിയ കുട്ടികളാണ്, ചെക്കന്മാരാണ്. പക്ഷെ ഉള്ളിലെത്തിയിരിക്കുന്നതാകുന്ന സിന്തറ്റിക് ലഹരി, രാസലഹരി കൊണ്ട് അവരുണ്ടാക്കുന്നതായ പ്രതിഭാസമാണിതൊക്കെ. ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരി രാസലഹരിയാണ്, സിന്തറ്റിക് ലഹരിയാണ്.
കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടേതാകുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ജില്ലകളിലും ലഹരി മുക്തമാക്കാൻ വേണ്ടി ആളുകളെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. അതിലേക്ക് അവർക്ക് ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ചെലവായത് 56.36 കോടി രൂപയാണ്. ഡി അഡിക്ഷൻ സെൻ്ററിൽ ചെറുപ്പക്കാരായ ആളുകളുടെ ലഹരി കുടിച്ച് നിലകൊള്ളുന്നവരുടേതാകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി നന്നാക്കിയെടുക്കാൻ വേണ്ടി ചെലവായത് ഗവൺമെൻറ്റിന് ചെലവായ തുകയാണ് ഈ പറയുന്നത്. എത്ര കോടി രൂപ? 56.36 കോടി രൂപ. ആലോചിച്ച് നോക്ക്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും ആലപ്പുഴയും കോഴിക്കോടും കണ്ണൂരും എന്ന് വേണ്ട മിക്ക ജില്ലകളും ഈ ലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ട ജില്ലയായി പത്രത്താളുകളിലൂടെ നമുക്കറിയാൻ സാധിക്കും. വ്യക്തമാക്കി പഠിപ്പിക്കാം. നമ്മുടെ ജില്ലയൊക്കെ അതിൽപ്പെട്ടത് തന്നെയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. കോഴിക്കോടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പുതിയ തലമുറ വലിയ പ്രയാസമാണ്. എങ്ങനെ നന്നാക്കിയെടുക്കും? ഏകദേശം 12,433 ആളുകൾ ലഹരിക്കടിമപ്പെട്ടതാകുന്ന ആളുകൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ വന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അവസാനം അവർ പറയുന്നു, ഈ 12,000-ഓളം ആളുകൾ വന്നതിൽ 10,000-ൽ ചില്ലറ ആളുകൾ മുഴുവനും ഈ പറഞ്ഞ രാസലഹരി ഉപയോഗിക്കുന്നവരാ. സിന്തറ്റിക് ലഹരി, MDMA-യും LSD-യും അടക്കമുള്ള ഗവൺമെൻറ് നിരോധിച്ചതാകുന്ന സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നവരാ. കള്ളല്ല. കള്ളുപയോഗിക്കുന്നവർ വളരെ 1000 ചില്ലറ ആളുകൾ മാത്രമേ ഉള്ളൂ. കള്ളൊക്കെ പോയി ഔട്ട് ഓഫ് ഫാഷനായി മാറി. ഇപ്പോൾ കഞ്ചാവും പുതിയ പുതിയ സാധനങ്ങൾ, മാരകമാകുന്ന MDMA പോലെയുള്ളതാകുന്ന സാധനങ്ങളാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് സഹോദരങ്ങൾ ഞാനീ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. 12,000-ഓളം ആളുകൾ ചികിത്സ തേടിയതിൽ 10,000-ഓളം ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയോ അനുപാതികമായി കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടേതാക്കുന്ന ആളുകളിൽ, ഈ അവസ്ഥയിലെത്തിയിട്ട് നന്നാകാൻ വേണ്ടി പോയ ആളുകളിലുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. നന്നാവാത്ത ആളുകളാണ് കൂടുതൽ. 1000-കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥിനികളിലേക്ക് ഈ രാസലഹരി ഇന്ന് പടർന്നു വന്നിരിക്കുകയാണ്. 4ാം ക്ലാസ്സും 5ലും 6ലും 7ലും 8ലും +1ഉം +2ഉം BA-ക്കും MA-ക്കും മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് നിലകൊള്ളുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുള്ള കണക്കുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ ആളുകൾ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഈ അടുത്തൊരു സഹോദരൻ, നിസാം എന്ന പേരുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരൻ, റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തൊരു അഭിമുഖം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെയൊക്കെ ശ്രദ്ധ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത്. 22ാമത്തെ വയസ്സിൽ കൂട്ടുകാരെ നിർബന്ധിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ കടപ്പുറത്ത് വന്നിട്ട് കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് വൈകുന്നേരം ഒന്ന് ഉല്ലസിക്കാൻ വന്നതാണ്. കൂട്ടുകാർ നിർബന്ധം ചെലുത്തി, എടാ നല്ല ധൈര്യമുണ്ടാകും ഇത് കടിച്ചാൽ എന്ന് പറഞ്ഞ് ഈ MDMA എന്ന് പറയുന്ന സാധനം തരിക. ചെറിയ പഞ്ചസാര തരി പോലെയുള്ള ഐറ്റാണ്. അത് ഉപയോഗിച്ചാലോ 48 മണിക്കൂറിനുള്ളിൽ അവൻ അതിൻ്റെ അഡിക്റ്റാകുമെന്നാണ്. മാത്രമല്ല 16 മണിക്കൂറോളം അതിൻ്റെ ഉന്മാദം, അതിൻ്റെ ലഹരി നിലകൊള്ളുമെന്നാണ്. ഏറ്റവും ദൈർഘ്യമേറിയതാകുന്ന സമയം അതിന് ലഹരി കിട്ടും. അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ ചെറുപ്പക്കാർ തേടിപ്പോകുന്നത്. ഏതായാലും ഇതിൽ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ അടയാളമുണ്ടോ? ഒരടയാളവും ഇല്ല. കണ്ണ് ചോക്കുന്ന പരിപാടിയില്ല, മണം ദുർഗന്ധമൊന്നുമില്ല. മറ്റേ സിഗരറ്റ് വലിച്ചാലും പുക വലിച്ചാലും അല്ലാതെ എന്തടിച്ചാലും മണിച്ചം വാട്ടർ അടിച്ചാലും ഒക്കെ ഒരു ദുർഗന്ധം ഉണ്ടാവും. ഇതൊരു കുഴപ്പമില്ല. ഈ സാധനം അടിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൊക്കെ ഇത് വാങ്ങാൻ കൂട്ടുകാരെ നിർബന്ധം ചെലുത്തി നല്ല ധൈര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ 22ാമത്തെ വയസ്സിൽ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് തുടങ്ങിയ ഞാൻ പിന്നീട് അത് ലഭിക്കാൻ എനിക്ക് വയനാട്ടിൽ പോകേണ്ടി വന്നു. 10,000 രൂപയ്ക്കാണ് ഞാൻ പിന്നീട് അത് വാങ്ങിയത്. 1,500-ഉം 10,000-ഉം 25,000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു വെച്ച് അവസാനം എൻ്റെ വീട്ടിലേക്ക് BMW-ലും മറ്റ് വലിയ വലിയ വാഹനങ്ങളിലും വലിയ വലിയ ഉദ്യോഗസ്ഥരും മുതലാളിമാരും അവരുടെ മക്കളും പാവപ്പെട്ടവരും ഒരു കുടുംബത്തിൽ തന്നെ പെട്ടതാകുന്ന ആങ്ങളെയും പെങ്ങളും ഒരു കുടുംബത്തിൽ തന്നെയുള്ളതാകുന്ന ദമ്പതിമാർ എല്ലാവരും വന്ന് മക്കളടക്കം കുടുംബങ്ങളടക്കം എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് അദ്ദേഹം പറയാൻ. നിസാം എന്നൊരു ചെറുപ്പക്കാരൻ. അവസാനം അവൻ നന്നായി. അവൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി. അവനിത് തെറ്റാണെന്ന് മനസ്സിലായി. അവൻ പറയുന്നു ഇത് പല സ്റ്റേജാണ്. ഒന്നാമതായി ധൈര്യം ഉണ്ടാകുമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരും. ഉണ്ടാവുക തന്നെ ചെയ്യും. തുടക്കത്തിൽ ചെറിയ ധൈര്യമൊക്കെ പോലെ തോന്നും. അതുകൊണ്ടാണ് ആരെയും വെല്ലുവിളിക്കുന്നത്, എവിടെയും കയറി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത്, അടിയും വഴക്കും ഉണ്ടാക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എത്രയോ ഒരു ഹോട്ടലിൽ കിടന്ന് അടിക്കുന്ന കണ്ടില്ലേ, അടിയും പിടിയും ഉണ്ടാക്കുന്നത്.
എല്ലാ സ്ഥലത്തും ഏത് കൂട്ടത്തല്ലുകൾക്ക് നേതൃത്വം കൊടുക്കും. എത്ര വലിയവനെയും അടിക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾ ചാടിയിറങ്ങും. അവൻ്റെ ഉള്ളിലുള്ള രാസലഹരിയുടേതാകുന്ന അവസ്ഥയാണ്. അവൻ അറിയുന്നില്ല ആരുടെ മുന്നിലാണ് ഈ കാണിക്കുന്നത്, ഈ കോഴ്സ് കാണിക്കുന്നത് അവൻ അറിയുന്നില്ല. ഉള്ളിൽ കിടക്കാണ് സാധനം. ഈ സിന്ധിക്കൽ ലഹരിയുടെ പിന്നിൽ അവൻ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ അടിച്ച് അവസാനം വഴക്കുണ്ടാക്കുന്നു, പ്രയാസമുണ്ടാക്കുന്നു, വലിയ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നു. പിന്നീട് ആ ധൈര്യമൊക്കെ ചോർന്നു. പിന്നീട് വരുന്നത് പിന്നീട് അങ്ങോട്ട് അലസതയും ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. ബുദ്ധിക്ക് വല്ലാത്ത പ്രശ്നം, ദീർഘമായ ഉറക്കം. ആദ്യമൊക്കെ ഉറക്കമില്ലായ്മ വരും, പിന്നെ കിടന്ന് ഉറങ്ങും. പിന്നെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടും, പകലും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടും, പുറത്തേക്ക് ഇറങ്ങൂല. രാത്രിയിലായിരിക്കും ആകെ കൂടി ഒന്ന് ഇറങ്ങുക. ഏതെങ്കിലും കൂട്ടുകാർ വന്ന് വിളിക്കും, അപ്പോൾ പുറകിലത്തെ വഴി തുറന്നിട്ട് നേരെ വെളിയിലിറങ്ങി ബൈക്കിൽ കയറി ഒറ്റ പോക്കാട്ട്. തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ വന്ന് എൻ്റെ റൂമിൽ ലൈറ്റ് കിടക്കും. അപ്പോൾ ഉമ്മ ഓർക്കും, അല്ലാ എൻ്റെ മോൻ നന്നായി ഖുർആൻ ഓതാനാണെന്ന്. ഖുർആൻ ഓതാനല്ല, ഈ സാധനം എടുത്ത് ചുണ്ട വെക്കാൻ വേണ്ടി എഴുന്നേറ്റാണ്. ഇതാണ് പരിപാടി. രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിട്ട് ഇതൊക്കെയാ പരിപാടി. പകൽ മുഴുവൻ കിടന്ന് ഉറക്കാൻ. ഒരു നിസ്കാരം ഇല്ല, ഒരു ഇബാദത്തും ഇല്ല, ഒരു കാര്യവുമില്ല. 10 പേര് കൂടുന്ന മജ്‌ലിസിലേക്ക് ചെറുപ്പക്കാർ വരുന്നില്ല. പുതിയ ചെറുപ്പക്കാർ നിങ്ങൾ നോക്ക്. ഇപ്പോൾ ഈ സദസ്സിനെ എത്ര ചെറുപ്പക്കാരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് മക്കളൊന്നും ഇല്ലാണ്ടാണോ? മക്കളൊക്കെ ഉണ്ട്. എത്ര പേര് നമ്മുടെ മജ്‌ലിസുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ. 10 പേര് കൂടുന്നതാകുന്ന ഒരു സദസ്സിലേക്ക് അവൻ വരാൻ തയ്യാറാവൂല. ആലിമീങ്ങളെ കൈക്ക് പിടിക്കാൻ തയ്യാറാവൂല. ഉലമാവുമായി ബന്ധമുണ്ടാവൂല. പള്ളിയുമായി യാതൊരു ബന്ധവും ഉണ്ടാവൂല. ലഹരി അടിക്കുന്നവൻ പരമപൂർണമായി ഒഴിവാവും. ലഹരി അടിച്ച് ജീവിതം നയിക്കുന്ന ആളുകൾ അല്ലാഹു കാക്കുമാറാവട്ടെ. അതൊക്കെ ഖുർആൻ പറഞ്ഞ വിഷയം, ഞാൻ പറഞ്ഞതല്ല. ഈ രീതിയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുകയാണ്. എന്നാലോചിച്ച് നോക്ക്. അവസാനം പിന്നെ ഇത് വിഷാദ രോഗത്തിലേക്ക് എത്തും. ചെറുപ്പക്കാരൻ പറയും വിഷാദത്തിലേക്ക് എത്തും. ദുഃഖമായിരിക്കും എപ്പോഴും മനസ്സിൽ തളം കെട്ടുക. അങ്ങനെ ദുഃഖം തളം കെട്ടി അവസാനം ആത്മഹത്യയിലേക്ക് പ്രേരണ വരും. മരിക്കാൻ ജീവിതം വേണ്ടെന്ന്. അതാണ് മിക്ക കുട്ടികളും, ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളൊക്കെ അവസാനം എന്തിലേക്ക് പോകുന്നത്? ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ ഈ സാധനം കൃത്യമായി കിട്ടിയില്ലെങ്കിലോ എന്തും ചെയ്യും. സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തും. ഉമ്മയെ കൊലപ്പെടുത്തി അടുത്ത് കണ്ടില്ലേ? ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിയല്ലേ സ്വന്തം മാതാവിനെ എനിക്കിനി ഇത്തരത്തിലുള്ള ഒരു ജന്മം നിങ്ങൾ നൽകരുതെന്ന് പറഞ്ഞ് കൊടുവാൾ കൊണ്ടുവന്ന് വെട്ടി നുറുക്കി ഉമ്മയെ കൊല്ലുകയാണ്. എന്തിനാണ് മോനെ ഇങ്ങനെ ചെയ്തതെന്ന് പോലീസുകാർ ചോദിക്കും. പറയുന്നത് എനിക്ക് ജന്മം നൽകിയതിനാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവസാനം നമ്മുടെയൊക്കെ പോവുക. നമ്മുടെ മക്കളൊക്കെ എങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കും. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് വെച്ച് പുലർത്തേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അനുയായി വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ ഉമ്മയോടാണ്. സുമ്മമൻ യാ റസൂലല്ലാഹ്, അടുത്തതാരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, മാതാവിനോടാണ്. വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, സുമ്മമൻ യാ റസൂലല്ലാഹ്, അടുത്തതാരോട് നബിയേ? അടുത്തതാരോട് ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്നാമതായി മറുപടി കൊടുക്കുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നാലാമതായി നബി തങ്ങളോട് വീണ്ടും ചോദിക്കുമ്പോൾ അടുത്തതാരോട് എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ കൊടുത്തത് അബൂക, നിന്റെ വാപ്പയോടാണ്. എന്തേ 3 വട്ടം ഉമ്മയെ പറയാനുള്ള കാരണം? തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട മാതാവാണ്. ആ ഉമ്മയ്ക്ക് 1ാമത്തെ ഗ്രേഡ് കൊടുക്കാൻ കാരണം അതാണ് പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. നൊന്ത് പ്രസവിച്ചതാകുന്ന
പ്രിയപ്പെട്ട മാതാവല്ലേ, വീണ്ടും ഉമ്മയെ ആദരിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാനുള്ള കാരണം, രണ്ടാമതായി പറയാനുള്ള കാരണവും അത് തന്നെയാണ്. തീർന്നില്ല, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. നിനക്ക് 2 വർഷത്തോളം മുലപ്പാല് നൽകി താരാട്ട് പാടി നിന്നെ ഉറക്കിയത് പ്രിയപ്പെട്ട ഉമ്മയല്ലയോ? അതുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ 3 വട്ടം അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറയുകയാണ്. ഈ 3 വട്ടം ഉമ്മയെ പറഞ്ഞിട്ട് അടുത്തതായി റസൂലുള്ള പറഞ്ഞത് വാപ്പയാണ്. ഇന്ന് മാതാവിനെ പിതാവിനെ മക്കൾക്ക് വേണ്ട, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ ആധുനിക നവതലമുറയിലെ മക്കൾ തയ്യാറാവുകയാണ്. സമ്പത്തിന് വേണ്ടി നെട്ടോട്ടമാണ്. സ്വന്തം മാതാപിതാക്കളെ തൃണവൽഗണിക്കുകയാണ്, അവരെ അവഗണിക്കുകയാണ്, അവരെ വഴിയിലേക്ക് ഇറക്കി വിടുകയാണ്, അവരുടെ സമ്പത്ത് മുഴുവൻ കൈപ്പറ്റുകയാണ്, അവരുടെ തള്ളവരെ നിർബന്ധിച്ചുകൊണ്ട് പരിപൂർണമായി ഒപ്പുവാങ്ങിച്ചുകൊണ്ട് സമ്പത്ത് മുഴുവൻ കൈക്കലാക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ തലമുറയെ നീ നന്നാക്കി തരണേ അല്ലാ, നീ നന്നാക്കി തരണേ അല്ലാ. മാതാപിതാക്കളെ ഗൗനിക്കുക എന്ന് പറയുന്നത് നിനക്ക് ആഖിറം രക്ഷപ്പെടാനുള്ള ഹേതുവാണ്. പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് നീ എത്തിപ്പെടുമ്പോൾ വിചാരണ എളുപ്പമാകാനുള്ള കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ പൊരുത്തം കിട്ടാൻ കാരണമായി തീരും മാതാപിതാക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ച. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അതാ ഒരു ഖബറിൽ നിന്ന് ശരീരം കേൾക്കുകയാണ്, ഖബറിൽ നിന്ന് വിളിയാളം കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി يا حبيب الله. النار من فوقي والنار من تحتي والنار من يميني والنار من شمالي. الأمان الأمان من عذاب الله يا رسول الله. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഖബർ ശിക്ഷയിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണേ റസൂലേ. എൻ്റെ തലയ്ക്ക് മീതെ തീയാ, എൻ്റെ കാൽച്ചുവട്ടിൽ തീയാണ്, എൻ്റെ വലത് ഭാഗത്ത് തീയാണ്, എൻ്റെ ഇടത് ഭാഗത്ത് തീയാണ്. നരകത്തിലെ തീജ്വാലകളെ ഖബറിലിട്ടുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ്. നാളെ ഹിസാബിന് ശേഷമുള്ള മഹ്ശറയ്ക്ക് ശേഷമുള്ളതായ നരകത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. ഖബറിനകത്ത് തന്നെ മനുഷ്യന് അല്ലാഹു ശിക്ഷ നൽകുകയാണ്. ചൂടിനാളുള്ള ശിക്ഷ അല്ലാഹു നൽകുകയാണ്. തലയ്ക്ക് മീതെ അല്ലാഹു തീയിട്ടിരിക്കുകയാണ്, കാൽച്ചുവട്ടിലും അല്ലാഹു തീയിട്ടിരിക്കുകയാണ്, വലത്തും ഇടത്തും അല്ലാഹു തീ കൊണ്ട് ശിക്ഷിക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഈ നരകത്തിൻ്റെതാകുന്ന ശിക്ഷ ഖബറിൽ നൽകപ്പെടുന്നതാകുന്ന എനിക്കൊരു നിർഭയത്വം കിട്ടണം റസൂലേ, അവിടുന്ന് ഇടപെടണം ഹബീബേ. പരിശുദ്ധമായ മദീന പള്ളിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്ന് നീങ്ങവേ ഇശാ നമസ്കാരാനന്തരം കേൾക്കുന്ന വിളിയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ 2 കൈകളും ഉയർത്തിയിട്ട് ആ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ തുനിയുമ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങി വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യരുത് റസൂലേ, അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് അദ്ദേഹത്തിന് എതിരായി ദുആ ചെയ്തത് റസൂലേ. ഉമ്മയുടേതാകുന്ന ശാപ പ്രാർത്ഥനയുടെ കാരണമായിട്ടാണ് ഈ ഖബറിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് നിന്ന് അബൂദർ അൽ ഗിഫാരി തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, നാദി ഫിന്നാസ് യാ അബൂദർ. അബൂദർ
അബൂദർറേ, എല്ലാ ജനങ്ങളെയും ഈ നിമിഷം തന്നെ വിളിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരണേ അബൂദർറേ. വല്ലഖാരിബില്ലദീന യുദ്ഫനൂന ഫീ ഹാദിഹിൽ മഖാബിരി, ഈ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്തിരിക്കുന്ന ഏതെല്ലാം ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടണേ, എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ. ഇതെന്റെ ഓർഡറാണ്, ഓർഡറാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ട് അബൂദർ അൽ ഗിഫാരി തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ച് പറയുകയാണ്. സ്വഹാബത്ത് അതാ പെട്ടെന്ന് തന്നെ മദീനയിലെ തെരുവിലൂടെ ഓടുകയാണ്, ഓടുകയാണ്. ഓരോ വീടുകളും പോയിട്ട് വിളിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ മരണപ്പെട്ടു പോയ കുടുംബാദികളുടെ ഖബറിന്റെ സമീപത്തേക്ക് ജന്നത്തുൽ ബഖീൽ പോയി നിൽക്കണേ. അതാ സെക്കൻഡ് ബൈ സെക്കൻഡിൽ മദീനയുടെ പരിസരം മുഴുവനും അതാ ഖബർസ്ഥാനിൽ മുഴുവനും ആളുകളെ കൊണ്ട് നിബിഡമാകുകയാണ്, നിറയുകയാണ്. ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ താൻ നിൽക്കുന്നതാകുന്ന ചെറുപ്പക്കാരന്റെ ഖബറിലേക്ക് ഒരു പ്രായം ചെന്നതാകുന്ന ഉമ്മ വടികുത്തി പിടിച്ചുകൊണ്ട് മുതുകു വളച്ചുകൊണ്ട് കടന്നു വരുകയാണ്. അല്ലാ അല്ലാ, ആ ഖബറിന്റെ സമീപത്തേക്ക് വന്നുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മൻ ഹാദാ യാ ഉമ്മ, ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത്? ഉമ്മ പറയുമോ? ഉമ്മ റസൂലുള്ളാഹിയോട് പറയുകയാണ്, ഹദാ ഇബ്നി വ ഖുറത്തു ഐനി യാ റസൂലല്ലാഹ്, ഇതെന്റെ പ്രിയപ്പെട്ട മകനാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്, എന്റെ കണ്ണിന്റെ തുടിപ്പാണ്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, എന്റെ പ്രിയപ്പെട്ട മകനാണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമ്മ നിങ്ങളുടെ മകനെതിരായി നിങ്ങൾ ദുആ ചെയ്തോ, അവൻ ഇതാ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ കാരണമെന്ന് ഉമ്മയോട് അന്വേഷിക്കുമ്പോ ആ ഉമ്മയതാ ലോകത്തോട് സത്യം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടതാകുന്ന ഇരിങ്ങൽ കോട്ടക്കലുള്ള കോഴിക്കോടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരികളെ, കാതുകൊടുത്ത് കേൾക്കണേ. കള്ളു കുടിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ലഹരി നുണഞ്ഞുകൊണ്ട് വീടിന്റെ കത്തളങ്ങളിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടിക്കുത്തു പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞിടിപ്പിച്ച് അവളുടെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചോര നടങ്ങൾ കണ്ട്, ചുടുനടങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്നതാകുന്ന ചെറുപ്പക്കാരാ, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ഇളങ്കാല് പിടിച്ച് നിലത്തടിച്ചുകൊണ്ട് കൊന്നുകളയാ തയ്യാറാകുന്ന ആധുനിക കാലഘട്ടത്തിലെ ലഹരി കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ മുസ്ലിമേ, മുസ്ലിമത്തെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മ പറയുകയാണ്, ഇതെന്റെ മകനാണ് നബിയേ, ഇവൻ എല്ലാ ദിവസവും കള്ളു കുടിക്കുന്നവനാ, എത്ര ഉപദേശിച്ചിട്ടും നന്നായിട്ടില്ല, എന്നോട് വഴക്കാണ്, എന്നോട് എപ്പോഴും ഇഷ്ടമില്ലാത്ത വർത്തമാനമാണ്. ദഖല അലയ്യ യൗമാ വഹുവ സകറാൻ, കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായി ഒരിക്കലും രാത്രിയിൽ വീട്ടിലേക്ക് വന്നു. എന്നെ വല്ലാതെ ചീത്ത വിളിച്ചു. ചീത്ത വിളിച്ചെന്ന് മാത്രമല്ല, ഫളറബനി ലറബൻ ശദീദാ, അതിശക്തമായി എന്നെ അടിച്ചു നബിയേ, എന്നെ തലക്കടിക്കുകയാണ്, എന്റെ ശരീരത്തിൽ അവൻ പ്രഹരിക്കുകയാണ്. ഫകസറ യദീ ഹദാ യാ റസൂലല്ലാഹ്, എന്റെ ഈ ഇടത് കൈയവൻ തിരിച്ചു പിടിച്ച് ഒടിച്ചു കളഞ്ഞു നബിയേ. പച്ചയായിട്ട് എൻ്റെ എല്ലുകൾ ഒടിയുകയാണ്, വേദന കൊണ്ട് പുളഞ്ഞതാണ്, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞാൻ വല്ലാതെ വേദന കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ ആ സമയത്ത് ഞാൻ ദുആ ചെയ്തു പോയി, ലാലാ റളിയല്ലാഹു അൻകാ, ലാലാ റളിയല്ലാഹു അൻകാ, അല്ലാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടെടാ, പടച്ചറബിന്റെ പൊരുത്തം നിനക്ക് നൽകാതിരിക്കട്ടെ. ഫദഉതു അലൈ, ഉമ്മയാകുന്ന ഞാൻ അവന് എതിരായി ദുആ ചെയ്തു പോയി ഹബീബേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഫബകാ ബുകാഅൻ ശദീദാ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയ്ക്ക് വിഷമവും ദുഃഖവും പ്രയാസവും നേരിട്ടത് ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി കരയുകയാണ്. ഒരു മകൻ തന്നെ പ്രിയപ്പെട്ട ഉമ്മയെ ഉപദ്രവിക്കുന്ന രംഗം കേട്ട്, ആ ഉമ്മയുടെ കൈപിടിച്ച് തിരിച്ചു ഓടിക്കുന്നതാകുന്ന വർത്തമാനം കേട്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാ. എന്നിട്ട് നബി തങ്ങളെ പറയുകയാണ്, ലഈ ഉദനൈകി ഇലാ ഖബരി ഇബ്നുകി യാ ഉമ്മാ, നിങ്ങളുടെ രണ്ട് ചെവികളൊന്ന് കൂർപ്പിച്ച് ഈ ഖബറിലേക്കൊന്ന് വെക്കണേ. നിങ്ങളുടെ മകന്റെ വിഷമവും ദുഃഖവും അല്ലാഹു നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുമേ. പ്രിയപ്പെട്ട ഉമ്മ,
വടി നിലത്തിട്ടുകൊണ്ട് ഖബറിലേക്ക് കടക്കുകയാണ്. കാത് കൂത്തു വെച്ചുകൊണ്ട് കേൾക്കുമ്പോ ആ ഉമ്മയ്ക്ക് അല്ലാഹു ഖബറിന്റെ വിളിയാളം കേൾപ്പിക്കുകയാണ്. ഖബറിൽ നിന്നുള്ളതാകുന്ന അശരീരി കേൾപ്പിക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഖബറിൻ്റെതാകുന്ന ശിക്ഷയിൽ നിന്നൊരു രക്ഷാകവചം അവിടുന്ന് നൽകണേ റസൂലേ. വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അന്നാറു മിൻ ഫൗഖി, എന്നെ തലയ്ക്ക് മീതെ തീയാണ്. വന്നാറു അൻ തഹ്തി, എന്നെ കാൽച്ചുവട്ടിൽ തീയാണ്. വന്നാറു അൻ യമീനി, എന്റെ വലത് ഭാഗത്ത് തീയാണ്. വന്നാറു അൻ ശിമാലി, എന്റെ ഇടത് ഭാഗത്ത് തീയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഈ വിഷമത്തിന്റെ വിളിയാളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കവേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കാതിലെ കലയൊലി കൊണ്ടപ്പോ ചാടി എഴുന്നേറ്റിട്ട് ഉമ്മ പറയുകയാണ്, അഫൗതു അൻഹു, എന്റെ പൊന്നുമോന് ഞാൻ മാപ്പ് ചെയ്തു കൊടുക്കുകയാണ്. ഇത്രയേറെ പ്രയാസം ഖബറിലുണ്ടാകുമെന്ന് ഞാൻ നനച്ചിരുന്നില്ല, ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ മാപ്പ് ചെയ്ത് തീരേണ്ട താമസം ഖബറിൽ നിന്നൊരു ശരീരി ജനങ്ങൾ കേൾക്കേ പുറത്തേക്ക് വരുകയാണ്. അബ്ശിരിയ ഉമ്മ ഫഇന്നല്ലാഹ ഖദ് ഗഫറ ലി ബിഅഫ്വികി, നിങ്ങളുടെ മാപ്പ് ചെയ്യൽ കൊണ്ട് അല്ലാഹു എനിക്കിതാ പരിപൂർണമായി പുറത്തു തന്നിരിക്കുകയാണ്. ഖബറിലെ ശിക്ഷ അല്ലാഹു ലഘൂകരിച്ചിരിക്കുകയാണ്. എനിക്ക് സന്തോഷത്തിന്റെ ദിനരാത്രങ്ങൾ അല്ലാഹു സമ്മാനിക്കുകയാണ്. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടമായതുകൊണ്ടും ആ പ്രവാചകർ നേരിട്ട് ഖബറിലെ ശിക്ഷ മനസ്സിലാക്കിയതുകൊണ്ടും ആ സഹോദരന് ഖബറിൽ രക്ഷ കിട്ടി. എന്നാൽ നമ്മുടെ മക്കൾ ഇന്നത്തെ പുതിയ തലമുറയിൽ കള്ളു കുടിച്ചുകൊണ്ട് ഉമ്മയെ അടിക്കുന്നവരില്ലേ, അവരെ ശകാരിക്കുന്നവരില്ലേ, അവരെ ചീത്ത വിളിക്കുന്നവരില്ലേ, അവരെ തെറി വിളിക്കുന്നവരില്ലേ, അവരോട് വഴക്കടിക്കുന്നവരില്ലേ, അവരെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന മക്കളില്ലേ. ഖബറിൽ ശിക്ഷയാ, ഖബറിൽ അദാബാണ്, അദാബാണെന്ന് തിരിച്ചറിയണേ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ സഹായിക്കാനില്ല. ആ പ്രവാചകർ ഈ ലോകത്ത് നിന്ന് വഫാത്തായിട്ടുണ്ട്. അവിടെ അവസാനമായി ലോകത്തോട് പറഞ്ഞു വെച്ചു, മിനൽ കബായിരി ബുഖാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കൽ വൻ പാതകമാണ്, പാവമാൻ. രക്ഷപ്പെടണമെങ്കിൽ അവരുടെ പൊരുത്തം വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പൊരുത്തം വേണം. നല്ലതുപോലെ വാങ്ങിച്ചോ. ഉമ്മാടെ വാപ്പാട് എന്തെങ്കിലും മോശമായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ മജ്‌ലിസ് പിരിയുമ്പോൾ തന്നെ അവരെ കണ്ട് പൊരുത്തപ്പെടിച്ചോണം. ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതിന് ഒരു മടിയും വിചാരിക്കേണ്ട. സഹോദരിമാർ മനസ്സിലായിക്കോ, 8ലും 9ലും 10ലും +1 പഠിക്കുന്ന മക്കൾ ശരിക്കും മനസ്സിലായിക്കോ, എന്തെങ്കിലും നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെ അവരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി പൊരുത്തപ്പെടിച്ചോ. ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ ആഖിബത്ത് മോശമാവും വാപ്പായോടും ഉമ്മായോടും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിനൊരു മടിയും വിചാരിക്കണ്ട. ഉമ്മാടെ എങ്ങനെ ചോദിക്കും, വാപ്പാടെ എങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ പൊരുത്തോട്ടാവും എന്നൊക്കെ നമ്മൾ കരുതാൻ പാടില്ല. നേരിട്ടൊന്ന് ചോദിച്ചേക്ക്, ആ വിഷയം അവിടെ കൊണ്ട് തീരും. ഇല്ലെങ്കിൽ ഖബറിൽ പ്രയാസമാണ്. ഖബർ മുതലൊക്കെ അങ്ങോട്ട് ബുദ്ധിമുട്ടാൻ വളരെയേറെ പ്രയാസപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്ന വിഷയത്തിൽ നമ്മൾ ഈ സമയത്ത് അശ്രദ്ധ വെക്കാൻ പാടില്ല. റമദാൻ വിജയിക്കണമെങ്കിൽ, റമദാനിലെ ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടണമെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാത്തവരാകണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണല്ലോ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടണമെങ്കിൽ എന്ത് വേണം? മാതാപിതാക്കളുടെ പൊരുത്തം ഉണ്ടാവണം. എങ്കിലേ തീർച്ചയായും ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റമദാന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നവൻ അപ്പാടും ഉമ്മാടെയും പൊരുത്തം വാങ്ങിച്ചോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ അശ്രദ്ധനാകണ്ട. നബി തങ്ങൾ പറഞ്ഞല്ലോ, അശ്രദ്ധ വെക്കുന്ന മാസമാണ് ഈ മാസം. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധാലുക്കളായിക്കോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിച്ച മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
എന്നാ ഉസ്താദെ അവർ മരിച്ചുപോയി, വാപ്പായും ഉമ്മായൊക്കെ മരിച്ചുപോയി, ഇനി അവരുടെ പൊരുത്തം എങ്ങനെ വാങ്ങും? പ്രായമുള്ള ആളുകൾ ഈ മജ്‌ലിസിലുണ്ടല്ലോ, 40-50 ഒക്കെ എത്തിയവർ. വാപ്പായും ഉമ്മായുടെ പൊരുത്തമൊന്നും വാങ്ങാൻ പറ്റുന്നില്ല, ഒരുപാട് കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അവർ മരണപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യും? എന്നാൽ ഇനി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി നിൻ്റെ ജീവിതം നിലകൊള്ളുക. ഇനി നീ യാസീൻ ഓതി, സൂറത്തുൽ പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ ചൊല്ലി, അതുപോലെ നല്ല നല്ല സ്വതക്കകൾ ഇപ്പോൾ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ പിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ 2000, 3000, 5000 നമ്മളെ കൊണ്ട് കഴിയുന്നത് വാപ്പാടെ ഉമ്മാടെ ഖബറിലേക്ക് നല്ല നിയ്യത്ത് ചെയ്ത് കൊടുത്ത്, എൻ്റെ ഉമ്മയുടെ ഖബർ സന്തോഷത്തിലാകണം, വാപ്പയുടെ ഖബർ റാഹത്തിലാകണം എന്ന് നിയ്യത്ത് ചെയ്ത് സദക്ക കൊടുത്ത് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. അത് വലിയ വിജയമാണ് തീർച്ചയായിട്ടും. അങ്ങനെ രക്ഷപ്പെടുകയുള്ളൂ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും, വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും, വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. എന്തായി പറഞ്ഞത്? വാപ്പായുമായും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നന്മ ചെയ്ത ചില ആളുകൾ ഒരുപാട് നോക്കി, അവർക്ക് ശുശ്രൂഷ കൊടുത്തു, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവർക്ക് ഉംറ ചെയ്യിപ്പിച്ചു, ഹജ്ജ് ചെയ്യിപ്പിച്ചു, എല്ലാ കാര്യമൊക്കെ ചെയ്തു കൊടുത്തതാണ്. പക്ഷെ മരിച്ചതിന് ശേഷം പിന്നെ അവരെ മൈൻഡ് ചെയ്തിട്ടില്ല. അവർ സിയാറത്ത് ചെയ്യുകയോ, വെള്ളിയാഴ്ച ദിവസം വാപ്പാടെ ഉമ്മാടെയും ഖബറിനെടുക്കൽ ആൺമക്കൾ പോകണം. മൻ സാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമുഅ കുതിബ ലഹു ബർറൻ ശഫീഉനാ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസം കൃത്യമായിട്ട് വാപ്പാടെ ഉമ്മാടെയും ഖബറിങ്കൽ ആണുങ്ങൾ പോയി സിയാറത്ത് ചെയ്താൽ, അതിൻ്റെ ആണുങ്ങളെന്ന് എടുത്തു പറഞ്ഞത്, സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. മഹാന്മാരാകുന്ന ഔലിയാക്കൾ, അമ്പിയാക്കൾ, അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ ഖബർ സിയാറത്താണ് അവർക്ക് സുന്നത്തുള്ളത്. അത് പോകേണ്ട നിലയ്ക്ക് ഔറത്ത് മറച്ച് വൃത്തിയും കൃത്യവുമായി നല്ല രീതിയിൽ പോകണം, എങ്കിൽ അതിൽ ഗുണമുണ്ടാവും, അല്ലെങ്കിൽ അദാബുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശരീരത്തിൻ്റെ നഗ്നതകൾ മറയ്ക്കാതെ വെറുതെ സിയാറത്ത് എന്ന് പറഞ്ഞൊരു ടൂർ പാക്കേജ് പോലെ പോയാൽ തീർച്ചയായും അതിൽ ശിക്ഷയുണ്ടാകും. നല്ല രീതിയിൽ പോയാൽ തീർച്ചയായും അതിൽ ഗുണമുണ്ടാവും. സാധാരണക്കാരുടെ ഖബർ സിയാറത്തു, സ്വന്തം വാപ്പ ഉമ്മ സഹോദരങ്ങൾ ബന്ധുക്കളൊക്കെ മരിച്ചാൽ അവരുടെ ഖബർ സിയാറത്ത് ആർക്കാ സുന്നത്തുള്ളത്? പുരുഷന്മാർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആണുങ്ങളെന്ന് എടുത്തു പറയാൻ കാരണം. മൻ സാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമുഅ ഹദീസാൻ. വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ പകലിലോ രാവിലോ ഒക്കെ ആയി സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഖബർ കൃത്യമായ ഒരാൾ സിയാറത്ത് ചെയ്താൽ കുതിബ ലഹു ബർറൻ, അവൻ വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്തവനായി അള്ളാഹു അവനെ രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആണോ? സിയാറത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടാണ്. എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. എന്നാൽ വാപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നന്മയൊക്കെ ചെയ്ത മനുഷ്യനാണ്. പക്ഷെ മരിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകലേ ഇല്ല. ഖബർ എവിടാന്ന് പോലും അവനറിയില്ല. അവർക്ക് വേണ്ടി ഒരു സ്വതക്കയും കൊടുക്കലില്ല, ഒരു നന്മയും ചെയ്തില്ല. എങ്കിൽ ഇവൻ വാപ്പാടെ ഉമ്മാടെയും പൊരുത്തമില്ലാത്ത അവരുടെ വെറുപ്പ് സമ്പാദിച്ചവനായി മാറും. നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു മലക്കാക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നന്മയൊക്കെ ചെയ്തവന്, പക്ഷെ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി ഒരു സദക്ക പോലും കൊടുക്കുന്നില്ല. എൻ്റെ വാപ്പാടെ ഉമ്മാടെ ഖബർ വിശാലതയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് സദക്ക, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി യാസീൻ ഓതുക, അവർക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്മ് തീർത്തിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു പണിയില്ല. അവർ പോയി, ഇനിയിപ്പോൾ അവരെ മൈൻഡ് ചെയ്യണ്ട എന്ന നിലയിൽ തുടരുന്നതാകുന്ന മക്കളുണ്ട്. തീരെ അവരെ മൈൻഡ് ചെയ്യാതെ അത് അവരുടെ വെറുപ്പ് സമ്പാദിക്കാൻ കാരണമാവും. എന്നാൽ വാപ്പാടെ ഉമ്മാടെ ഈ പൊരുത്തക്കേട് ദുനിയാവിൽ വാങ്ങിച്ച മക്കളുണ്ട്. എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ മരിച്ചതിന് ശേഷം ഇവൻ എപ്പോഴും ഉമ്മാടെയും വാപ്പാടെയും ഖബറിങ്ങ് പോകും, ദുആ ചെയ്യും. അള്ളാഹു എന്ന് അറിവില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാ. പടച്ച റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ, അവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. യാസീൻ ഓതും, സദക്കയൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുക. എപ്പോഴും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി തന്നെ സദക്ക കൊടുക്കുക.
ഇങ്ങനെ നിൽക്കുന്നതായ ആൺ പെൺമക്കൾ തീർച്ചയായും അവർ നന്മ ചെയ്തവരായി ഗുണം സമ്പാദിച്ചവരായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പാടന്മാടെ പൊരുത്തം അവന് കിട്ടും ഉണ്ടാ. അവൻ മരണാനന്തര ജീവിതം വലിയ വിഷയമാണെന്നർത്ഥം. അതാണ് തഴവ ഉസ്താദ് 4 വരിയിലായി പറഞ്ഞത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുനിയാവിനോടുള്ള അതിപ്രസരം, അതിനോടുള്ള താല്പര്യം നമ്മൾ കുറയ്ക്കും. അതാണ് ഈ പ്രശ്നമൊക്കെ. MDMA ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ചെറുപ്പക്കാർ നല്ല കാശുണ്ടാക്കുകയാണ്. പറയുന്ന കാശാണ് ഇത് വിറ്റ് കിട്ടട്ടെ. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൊക്കെ ആ മേഖലയിലേക്ക് തിരിയുന്നത്. അധ്വാനിച്ച് അവൻ ജീവിക്കുന്നില്ല, വേർക്കാൻ തയ്യാറല്ല. വിയർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് പറയും എന്നതുപോലെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നിട്ട് ഈ സാധനം കച്ചവടം, കഞ്ചാവിൻ്റെ കച്ചവടം ബിസിനസ്സാണ്. പുതിയ തലമുറ കൊട്ടേഷൻ സംഘത്തിൽ ചേരാൻ ആരുടെയെങ്കിലും കയ്യും കാലും ഒക്കെ വെട്ടുന്നതിന് 25,000 10,000 ഒക്കെ വാങ്ങിയിട്ട് കാര്യങ്ങൾ നടത്താൻ ചെറിയ കുട്ടികൾ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊന്നും നാളെ ആഖിറത്തിലേക്ക് ഗുണകരമാവൂല. ഇതൊക്കെ ഇവിടെ വെച്ച് നിർത്തണം. എന്തെങ്കിലും അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിരുന്നവർ പടച്ചറബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത്, കള്ളു കുടിച്ചവർ, വ്യഭിചരിച്ചവർ, അശ്ലീലമാക്കപ്പെട്ട കാഴ്ചയിലേക്ക് പോയവർ റമദാനിന് മുന്നോടിയായിട്ടൊക്കെ പടച്ചറബിലേക്ക് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്ത് റമദാനിനെ വരവേൽക്കണം. അപ്പോഴേ റമദാൻ സ്വീകാര്യമാവുള്ളൂ. ഇല്ലെങ്കിൽ റമദാൻ വെറുതെയാണ്, വെറുതെ സാധാരണ പോലെ വരുന്നു പോകുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാനിൽ ചില നോമ്പുകാരുണ്ട്. അവരതാ വയറുകൊണ്ട് നോമ്പ് നോൽക്കുകയാണ്. അവരതാ ശരീരം അതാ മെലിയാൻ വേണ്ടി താല്പര്യത്തോടുകൂടി നോമ്പ് നോൽക്കുകയാണ്. സിസ്പായ്ക്ക് വരാൻ വേണ്ടി നോമ്പ് നോൽക്കുന്നവർ ചിലരങ്ങനെയുണ്ട്. റമദാനാവുമ്പോൾ ഫുഡൊക്കെ ഒന്ന് കുറച്ച്, കലോറിയൊക്കെ ഒന്ന് കുറച്ച്, ശരീരം ഒന്ന് മെരുക്കുക, അവരുടെ നിയ്യത്തതാ. അല്ലാതെ നോമ്പിൻ്റെ പ്രതിഫലം അവർക്ക് അറിയുന്നില്ല. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റമദാനിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്ന ഏതൊരു മനുഷ്യനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അല്ലാഹു പാപങ്ങൾ പൊറുക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി فليس لله حاجة في أن يدع طعامه وشرابه. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നതായ ചില ആളുകളുണ്ട്. അശ്ലീലമായ വാക്കുകൾ വെക്കുന്നില്ല. തെറ്റുകൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, കോമഡി ചാൻസിൻ്റെതാകുന്ന താരങ്ങളുടെ പരിപാടികൾ കണ്ടുകൊണ്ട് രാത്രിയിലും പകലിലും നിലകൊള്ളുകയാ. നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ സിനിമ കണ്ടുകൊണ്ട് പകൽ നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ. നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ വീഡിയോകൾ മുഴുവനും യൂട്യൂബിൽ വരുന്നത് എല്ലാം കണ്ടും രസിച്ച് ആർമാദിക്കുന്നവരില്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ആവശ്യമില്ലാത്തതാകുന്ന പ്രവർത്തനങ്ങളും ഹറാമായ വാക്കുകളും പ്രവർത്തികളും ആരും ഉപേക്ഷ വെച്ചിട്ടില്ലയോ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറബാ. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പകൽ നോമ്പ് നോറ്റുകൊണ്ട് റമദാനിൽ കൂടാൻ അല്ലാഹുവിനവന് നോമ്പ് കൊണ്ട് യാതൊരുവിധ ആവശ്യമേ ഇല്ല. ആ നോമ്പ് സ്വീകാര്യമേ അല്ല. ഇന്ന് നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഈ രീതിയിലായി മാറിയില്ലേ. രാവിലെ മുതൽ നോമ്പാണ്, കാണാത്ത സിനിമകളില്ല. എല്ലാ സിനിമയും കണ്ടുകൊണ്ടിരിക്കുക. നാളെ പകൽ മുഴുവൻ നോമ്പാ. നാളെ സിനിമ ഒന്ന് കെച്ചിട്ട് തറാഹി സ്കരിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെ നിന്ന് വാങ്ങുക റാഹത്തായിട്ട്. നാളെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണ്ടേ? അപ്പോൾ റാഹത്ത് 2 പടം കണ്ട് സുഖമായിട്ട്. ഉച്ചയ്ക്കൊരു പടം, വൈകുന്നേരം 2 പടം റാഹത്തായി. 4 മണിക്കൂർ ഓക്കെ.
ബാക്കി പിന്നെ എന്തെങ്കിലും കാണാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കുറേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേർലിമാണി ഇപ്പോൾ എഴുതി അടുത്ത പ്രസവം ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത ഓരോന്നും ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി സമയം പോയിക്കോളും. റാഹത്ത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.